കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ മുട്ട എന്തിനാ സെറ്റ് ചെയ്ത് വെച്ചെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പുഴുങ്ങി ചൂടാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കിളികൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പം നിങ്ങളുടെ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല. അതിനു മുന്നേ നമുക്ക് ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. അപ്പം നമ്മൾ മുട്ട കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് മുട്ടേൻ്റെ മഞ്ഞ എടുത്തിട്ട് മീനുകൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച്, വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് മീനുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മീനുകൾക്ക് മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും കൊടുക്കാൻ നിൽക്കല്ലേ, കുറച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കിളികൾക്ക് കൊടുക്കാം. കിളികൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ കൂട്ടിലുള്ള തേന ഉണ്ടാവില്ലേ, ആ ബാലൻസ് വരുന്ന തേനയൊക്കെ എടുത്തു മാറ്റണം. അല്ലെങ്കിൽ ഇവർ മുട്ട തിരിഞ്ഞു നോക്കില്ല, നേരെ തേന പോയിട്ട് കഴിക്കും കേട്ടോ. അതുകൊണ്ട് അത് എടുത്തു മാറ്റിയതിന് ശേഷം മുട്ട ഉള്ളിലേക്ക് വെക്കുക. വെള്ളമൊക്കെ മാറ്റി കുറച്ച് സമയം ഈ കിളികളൊന്നും മുട്ട എന്ന മൈൻഡ് ചെയ്തില്ല. എനിക്കിത് വേണ്ട എന്നുള്ളൊരു പ്രതിഷേധത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈകിട്ട് അങ്ങനെ ആയപ്പോൾ 1-2 ആൾ വന്ന് കഴിച്ചു. അവർക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കഴിച്ചു കേട്ടോ. ഇവർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. മഞ്ഞ കൂടുതലായിട്ടും കഴിക്കുന്നില്ല, വെള്ള മാത്രം. മുട്ട ഇങ്ങനെ കറക്കി കറക്കി എടുത്തിട്ട് വെള്ള മാത്രം കഴിക്കുന്നൊരു ഇതാണ് കണ്ടത് കേട്ടോ. പിന്നെ ഇവർ മുട്ടയെടുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ മുകളിൽ കുറച്ച് തേന വിതറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് വരാനും മുട്ടയെ ടേസ്റ്റ് ചെയ്യാനും തുടങ്ങിയത് കേട്ടോ. അപ്പം മുട്ട കഴിച്ചു. മുട്ടയുടെ മഞ്ഞ ബാലൻസ് വന്നത് കൊണ്ട് ഞാൻ അതെടുത്ത് വേഗം കളഞ്ഞു കേട്ടോ. സന്ധ്യ ആകുന്നതിന് മുന്നേ അതെടുത്ത് കളഞ്ഞു. ആ ബാലൻസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുമെങ്കിലും അതിനു മുന്നേ വരുന്നൊരു വിരുദ്ധനുണ്ട്, ഉറുമ്പ് കേട്ടോ. ഉറുമ്പ് മുട്ടയുടെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ കൂട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കിളികൾക്കും കിളികളുടെ കുട്ടികൾക്കും കിളികളുടെ മുട്ടക്കും ഒക്കെ പ്രശ്നമാകും കേട്ടോ. ഒരു ഉറുമ്പ് അവിടെ കയറിപ്പെട്ടാൽ പിന്നെ അവർ വിടില്ല, ഫുൾ അവിടെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ തേന വരെ കഴിക്കാൻ ഉറുമ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബാലൻസ് വന്നാൽ ഒരുപാട് സമയം വെക്കാതെ അതെടുത്ത് മാറ്റണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.